ഹായ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വ്ളോഗ് സ്കൂളിലൊരു ഫാഷൻ ഷോ പ്രോഗ്രാമിന് നമ്മൾ ചേർന്നായിരുന്നു. അതിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ. നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെ രാവിലെ നമ്മളിതാ ഒരുങ്ങി വീട്ടിലെ ജോലിയൊക്കെ തീർത്തിട്ട് നമ്മൾ 4 പേരും നമ്മൾ ഒരുങ്ങി സ്കൂളിൽ പോവുകയാണ് കേട്ടോ. ഓട്ടോയിലിരിക്കുകയാണ്. മാം വിളിച്ചിട്ട് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരുങ്ങി നമ്മൾ പോവുകയാണ് കേട്ടോ സ്കൂളിൽ. അങ്ങനെ നമ്മളിതാ സ്കൂളിലെത്തി. സ്കൂളിൽ നമ്മളിങ്ങനെ പ്രോഗ്രാമിന് വേണ്ടി പോവുകയാണ്. നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സ്റ്റേജിൽ കയറുന്നതിന് വേണ്ടി ടെൻഷനും ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെന്നു. മാം പറഞ്ഞു ചെസ് നമ്പറൊക്കെ വാങ്ങിച്ചു വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേക്കും പ്രോഗ്രാം തുടങ്ങി. നമുക്കിനി ഒന്ന് ഫാഷൻ ഷോ കാണാം. ഇനി അടുത്തത് ഞാനും പാത്തുവും ഐഷുവും ഷിട്ടുമണിയും കൂടെയാണേ.
അങ്ങനെ ഫാഷൻ ഷോ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ പിന്നെ മക്കൾക്ക് അവിടെ ഐസ്ക്രീമൊക്കെ കൊടുക്കുന്നത് കണ്ടപ്പോൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ ഐസ്ക്രീം മേടിക്കാൻ പോവുകയാണ് കേട്ടോ. പേർക്കും അവിടെ ഇങ്ങനെ ഐസ്ക്രീമൊക്കെ കണ്ടപ്പോൾ വെള്ളം ദാഹിക്കുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എങ്കിൽ മേടിച്ച് തരാൻ വാ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും കൂടെ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ ഇവിടെ നിൽക്കുകയാണ്. നല്ല കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ നമ്മൾ ഐസ്ക്രീമിൻ്റെ സ്ഥലത്തെത്തി. അങ്ങനെ നമ്മൾ തിരിച്ചു പോയി. അവർ ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട് നമ്മൾ തിരിച്ച് അങ്ങോട്ട് നടന്ന് ക്ലാസ് റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് വന്നപ്പോൾ തന്നെ ഫാഷൻ ഷോയിൽ തുടങ്ങി. അപ്പോൾ തന്നെ നമ്മൾ പ്രോഗ്രാമിന് കയറുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ തിരിച്ച് ക്ലാസ് റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരൊക്കെ ഇങ്ങനെ കാര്യം പറയാണ്. നമ്മുടെ മെഹറുക്കുട്ടി ഇങ്ങനെ മിണ്ടാതെ കിടക്കുകയാണ്. ആൾ വീട്ടിൽ നിന്ന് വരാൻ സമയത്ത് ഒത്തിരി നിർബന്ധമായിരുന്നു. ഇപ്പോൾ ആൾ പാവം മിണ്ടാതെ കിടക്കുകയാണ് മോള്. അത് കഴിഞ്ഞിട്ട് പാത്തുവും ഐഷുവും നമ്മുടെ ഷിട്ടുമണിയും കൂടെ ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ ക്ലാസ് റൂമിൽ. മോള് ഉറങ്ങി. അങ്ങനെ മോളെ കയ്യിലിരിക്കുകയാണ്, മൂത്ത മോളെ. അങ്ങനെ ഉച്ച ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, രണ്ടുപേർക്കും കൂടെ ചോറ് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോറ് മേടിച്ചു കൊടുത്തു. ഒരു ബിരിയാണി ആയിരുന്നു. രണ്ടുപേരും അങ്ങനെ കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ മേക്കപ്പൊക്കെ ചെയ്യാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ രണ്ടാമത് എൻ്റെ അടുത്ത് പറഞ്ഞു ഉമ്മി ഐസ്ക്രീം മേടിച്ച് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ രണ്ടാമതും കൂടെ പറഞ്ഞു ചോറ് കഴിച്ചല്ലേ, പാവമില്ലേ എന്ന് പറഞ്ഞ് രണ്ടാമതും മേടിച്ച് കൊടുത്തു. വീണ്ടും പറഞ്ഞു വേണമെന്ന്. ഞാൻ പറഞ്ഞു ഇനിയില്ല, ഇത് മതി, തൊണ്ടവേദനയൊക്കെ വരും, ഈ 2 ഐസ്ക്രീം കുടിച്ചാൽ മതി എന്നും പറഞ്ഞു. പിന്നെ ഐസ്ക്രീം അടുത്ത ഒന്നും കൂടെ മേടിച്ച് കൊടുത്തു. അങ്ങനെ 2 ഐസ്ക്രീം ടോട്ടൽ മേടിച്ച് കൊടുത്തു. വീണ്ടും അവർ പറഞ്ഞു വേണമെന്ന് പറഞ്ഞു. ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ല. പിന്നെ നമ്മൾ അടുത്ത പ്രോഗ്രാം കാണാൻ പോയി. നിങ്ങളെ യൂട്യൂബിൽ വരും. വലിയ ഫേമസ് ഒന്നും അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല, ആരും കാണൂല. ഇല്ലേ സ്കൂളിൽ അങ്ങനെ നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരാൻ നേരത്ത് അവിടുത്തെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളൊക്കെ വന്നിട്ട് കുഞ്ഞു വാവേനെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം, എടുക്കണം അങ്ങനെയൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി എടുത്തോട്ടെ. ഞാൻ പറഞ്ഞു എടുത്തോ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ മോളെ കണ്ടപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമായി. അതിനുശേഷം 2 പേരും കൂടി പാർക്കിൽ കളിക്കുകയാണ് കേട്ടോ. ഒരുപാട് നല്ല ആൾക്കാരെ കാണാൻ പറ്റി, ഒരുപാട് സ്നേഹം നിറഞ്ഞ വാക്കുകളൊക്കെ കിട്ടി. നല്ലൊരു ദിവസമായിരുന്നു. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. അങ്ങനെ പ്രോഗ്രാമൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു. താങ്ക് യു ഗോഡ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.